അപ്പോൾ ഈ മധുരം കഴിച്ചതുകൊണ്ടല്ല ഡയബറ്റീസ് വരുന്നത്. പുള്ളിക്ക് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം പുള്ളിയെ ബാധിച്ചത് ഈ തലച്ചോറിന് ആണ് ഈ ഡയബറ്റീസ് ബാധിച്ചത്. ഞരമ്പുകളെ ബാധിച്ചിട്ട് തലച്ചോറിനെ ബാധിച്ചു. ഡയറ്റ് നോക്കുമായിരുന്നു, രാവിലെ എല്ലാ ദിവസവും പാവയ്ക്ക ജ്യൂസ് അമ്മ കുടിക്കുമായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടും പുള്ളിക്ക് മാറിയില്ല. മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിച്ചു, അതുപോലെ ഈ ഗ്ലൂക്കോസ് ലെവലൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. എന്നിട്ടും എനിക്ക് മസിൽസ് വീക്കായി, ഒരു ബൈക്ക് എടുക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരാൾക്ക് ഡയബറ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ 3 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഡയബറ്റീസ് വരുന്നത്. ഈ 3 കാരണങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്താൽ 100% നമുക്ക് ഡയബറ്റീസ് മാറ്റാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അരുൺ വാസുദേവനാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഡയബറ്റീസ് പേഷ്യൻസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തു എന്ന് ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞിരുന്നു. ആ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ ഇൻറ്റൻസീവ് ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാം എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. പക്ഷേ ഇത് തുടങ്ങാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയാം. അതായത് എൻ്റെ ഫാദറിന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡയബറ്റീസ് വന്നപ്പോൾ അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ഡയറ്റ് എടുത്തിരുന്നു. അതായത് പുള്ളി ഒരു എക്സ് സർവീസ്മാൻ ആയിരുന്നു. അപ്പോൾ ഈ മധുരം കഴിക്കില്ലായിരുന്നു, ചപ്പാത്തി മാത്രം കഴിക്കും, പിന്നെ അതേപോലെ വ്യായാമമൊക്കെ ചെയ്യുമായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആളെ ഒരു എക്സ് സർവീസ്മാൻ ആയതുകൊണ്ട് തന്നെ വളരെ വെളിയിൽ നിന്ന് പുറത്തുനിന്ന് ആഹാരമൊന്നും കഴിക്കില്ല. ഇങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിച്ചു, അതുപോലെ ഈ ഗ്ലൂക്കോസ് ലെവലൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. എന്നിട്ടും പുള്ളി ഒരു 60 വയസ്സ് 70 വയസ്സൊക്കെ ആവാറായപ്പോൾ പുള്ളിക്ക് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം പുള്ളിയെ ബാധിച്ചത് ഈ തലച്ചോറിന് ആണ് ഈ ഡയബറ്റീസ് ബാധിച്ചത്. ഞരമ്പുകളെ ബാധിച്ചിട്ട് തലച്ചോറിനെ ബാധിച്ചു. അത് വന്ന് പുള്ളിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി. നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ ഇത്രയും നന്നായിട്ട് നോക്കിയിട്ടും ഇദ്ദേഹത്തിന് ഇത്രയും സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ നടക്കത്തില്ല. പുള്ളി ഡയറ്റൊക്കെ നോക്കിയതാണ്. ഡയറ്റ് നോക്കുമായിരുന്നു, രാവിലെ എല്ലാ ദിവസവും പാവയ്ക്ക ജ്യൂസ് അമ്മ കുടിക്കുമായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടും പുള്ളിക്ക് മാറിയില്ല. ഈ അകത്ത്, അതായത് ഈ ഡയബറ്റീസിൻ്റെ അകത്തുള്ള അസുഖത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസാണ്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറാത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മരുന്ന് കഴിച്ചാൽ ഒന്നും എനിക്ക് ഈ കോംപ്ലിക്കേഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ കോംപ്ലിക്കേഷൻസ് കടന്നു പോകാൻ ഒരു താല്പര്യവുമില്ല. എന്ന് മാത്രമല്ല, എൻ്റെ അച്ഛൻ നോക്കിയ രീതിയിലുള്ള ഡയറ്റൊന്നും എന്നെക്കൊണ്ട് നോക്കാൻ പറ്റത്തില്ല, മധുരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് കോംപ്ലിക്കേഷൻസ് വരും അങ്ങനെ പോയാൽ. അപ്പോൾ ഇത്രയും നോക്കിയ ആളിന് ഡയബറ്റീസ് കോംപ്ലിക്കേഷൻസ് വന്നെങ്കിൽ എനിക്ക് ഡെഫിനറ്റായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വിചാരിച്ചു ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അങ്ങനെ ഞാൻ റൂറൽ ഏരിയാസിൽ പോയി ക്ലിനിക്കുകളിട്ടു, സാറ്റലൈറ്റ് ക്ലിനിക്കുകളിട്ടു. ധാരാളം ആളുകളിൽ ഞാൻ പല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തി. അത് കൂടാതെ ഈ അക്കാഡമിക് റിസർച്ച് നടത്തി. പിന്നെ ഡോക്ടേഴ്സ്, ഡയബറ്റിക് ഡോക്ടേഴ്സ്, അതിൽ പയനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സഹായം തേടി. ഇത് എല്ലാം കൂടെ വച്ചുകൊണ്ട് ഞാനൊരു പരീക്ഷണം നടത്തിയപ്പോൾ എൻ്റെ ഡയബറ്റീസ് എനിക്ക് മാറിക്കിട്ടി. എനിക്ക് 35 വയസ്സിൽ ഡയബറ്റീസ് വന്നതാ. അന്ന് എനിക്ക് BP ഉണ്ടായിരുന്നു, കൊളസ്ട്രോള് വളരെ ഹൈ ആയിരുന്നു, എനിക്ക് മസിൽസ് വീക്കായി, ഒരു ബൈക്ക് എടുക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതോടുകൂടി ആ കോൺഫിഡൻസിൽ നിന്നാണ് ബാക്കിയുള്ളവർക്ക് ഞാൻ കുറേ കൂടെ അതിനെ ഒന്ന് റിഫൈൻ ചെയ്ത് ഈ ഇൻറ്റൻസീവ് ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ എത്തിയത്. അതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഈ മധുരം കഴിക്കുന്നത് കൊണ്ട് മാത്രമാണോ ഈ ഡയബറ്റീസ് വരുന്നത്? ഒരിക്കലും അല്ല. കാരണം അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഇപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ 3 നേരവും അവർ മധുരം കഴിക്കുന്നവരാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വല്ല ഒക്കേഷനിലും മാത്രമേ മധുരം കഴിക്കൂ. അയ്യോ അല്ല, മലയാളികളത്തെ ആദ്യമേ തന്നെ ചോദിക്കുന്നത് നിനക്ക് പഞ്ചസാരയുടെ അസുഖമുണ്ടോ അല്ലെങ്കിൽ ഷുഗറിന്റെ അസുഖമുണ്ടോ? അതെ, അത്തരത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ മധുരം കഴിച്ചതുകൊണ്ടല്ല ഡയബറ്റീസ് വരുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് രോഗികളുള്ളത് കേരളത്തിലാണ്. എന്നാൽ കേരളീയർ പൊതുവേ മധുരം കഴിക്കാത്തവരാണ്. അതെ. അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ട് ഈ ഡയബറ്റീസ് വരുന്നു? എന്തുകൊണ്ടാണ് ഈ ഷുഗറിൻ്റെ അസുഖം എന്ന് പറയുന്നത്? അപ്പോൾ എല്ലാവരും പറയുന്നത് ഷുഗറിൻ്റെ അസുഖമാണ്, പഞ്ചസാരയുടെ അസുഖമുണ്ടോ? ശരിക്കും ഇത് പഞ്ചസാര കൊണ്ടുവരുന്ന അസുഖമല്ല. ഇത് നമ്മളുടെ
ഫോൾട്ടി ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന അസുഖമാണ്. ഈ ഫോൾട്ടി ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ ഡയബറ്റീസ് ഉണ്ടാക്കുന്നത്. ഈ ഫാൾട്ടി ലൈഫ് സ്റ്റൈലിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതായത് ഈ ഫോൾട്ടി ലൈഫ് സ്റ്റൈല് വരുന്നതിന് പ്രധാനമായിട്ട് മൂന്ന് കോസസ് ആണുള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റ്, അതായത് കഴിക്കുന്ന രീതി, അതാണ് ഇമ്പോർട്ടൻ്റ്. എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ ഉപരി കഴിക്കുന്ന രീതി, അതിനാണ് പ്രാധാന്യം. രണ്ടാമത്തെ കോസ് എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സ്ട്രെസ്. ഇപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ LKG കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ സ്ട്രെസ്സല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് സസ്റ്റെയിൻഡ് സ്ട്രെസ്. ഈ സ്ട്രെസ്സ് ഡയബറ്റീസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സെഡൻഡറി ലൈഫ്. ഈ 3 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഡയബറ്റീസ് വരുന്നത്. ഈ 3 കാരണങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്താൽ 100% നമുക്ക് ഡയബറ്റീസ് മാറ്റാൻ പറ്റും. ഡയബറ്റിക്സ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഇല്ലേ, അത് എന്തൊക്കെയാണ്? അതായത് ഡയബറ്റീസ് ഏകദേശം 72 ടൈപ്പ് ഡയബറ്റീസുകളുണ്ട്. അതിൽ നമ്മൾ പൊതുവെ കോമൺ ആയിട്ട് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, ടൈപ്പ് 3 എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് പൊതുവെ പരിചയമുള്ളത് ടൈപ്പ് 1, ടൈപ്പ് 2. ഈ ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസ് ഒരു ഇമ്മ്യൂൺ റിലേറ്റഡ് ഡയബറ്റീസാണ്. അത് പാങ്ക്രിയാസിനെ ബാധിക്കുകയും ഇൻസുലിൻ പ്രവർത്തനം നിൽക്കുകയും ചെയ്യുമ്പോൾ അതിന് ഇൻസുലിൻ കുത്തിവെച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ആയുഷ്കാലം ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരും, അല്ലാതെ അത് മാറത്തില്ല. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് പാങ്ക്രിയാസിൻ്റെ അസുഖമല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വരുന്ന അസുഖമാണ്. അത് ബേസിക്കലി നമ്മുടെ മസിൽ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയുടെ അസുഖമാണ്. ശരിക്കും ഇതിന് വേറൊരു പേരുണ്ട്, അത് മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷണൽ ഡിസീസ്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. ആ ഡിസ്ഫങ്ഷൻ വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്ലൂക്കോസിനെ അത് എനർജി മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത് ശരീരത്തിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് വീണ്ടും ക്ഷീണം വരും. പക്ഷെ നമ്മൾ ചില യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കുമ്പോൾ പാൻക്രിയാസ് കേടാകുന്നതുകൊണ്ടാണ് ഷുഗർ വരുന്നത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെ, പാൻക്രിയാസ് കേടാകുമ്പോൾ വരുന്ന ഷുഗർ തന്നെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഇൻസുലിൻ പ്രൊഡക്ഷൻ അവിടെ ഇല്ല. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷേ ആ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. അതാണ് വ്യത്യാസം. സാർ, ഈ ഡയബറ്റിക്സിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഡയബറ്റീസ് ഇപ്പോൾ തുടക്കത്തിൽ, അതായത് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ വലിയ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. ചിലപ്പോൾ പിന്നെ ബ്ലഡ് ഷുഗർ നോക്കിയാൽ ചിലപ്പോൾ നോർമലായിരിക്കും, ചിലപ്പോൾ ഒരു ചെറിയ വേരിയേഷൻ കണ്ടേക്കാം. ചിലരിൽ ചില മുറിവുകൾ വന്നാൽ ചിലപ്പോൾ ഉണങ്ങത്തില്ല, ഇച്ചിരി ഡിലേ വരും. ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്, 2 കോഴ്സ് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്താലും ചെറുതായിട്ട് ഉണങ്ങാനായിട്ട് സമയമെടുക്കാം. ഇതൊക്കെ ചില ലക്ഷണങ്ങൾ. പിന്നെ കാലിൽ ഈ സ്കിന്നിലെ കളർ ചേഞ്ചിങ് വരാം, അതായത് ഇച്ചിരി ഡാർക്കായിട്ട് വരാം. പിന്നെ അതുപോലെ ഈ കാലിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ചെറിയ തണുപ്പായിരിക്കും, പെട്ടെന്ന് കാല് തണുക്കുക. അതുപോലെ ഡയബറ്റീസിന് വരുന്നതാണ് ഈ ബോഡി പെയിൻ. ചില ഭാഗങ്ങളിൽ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ബോഡി പെയിൻ വരാം. പക്ഷേ ഇതൊന്നും ഡയബറ്റീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഡയബറ്റീസ് ആണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ, ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലേ അത് നമുക്ക് അറിയാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ 18 വയസ്സ് മുതലുള്ള കുട്ടികളുടെ ടൈപ്പ് 2 ഡയബറ്റീസ് ആയിട്ട് വരുന്നുണ്ട്. 18 വയസ്സ്. അതായത് മുൻപൊക്കെ 50 വയസ്സിന് മുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു രോഗം ഇപ്പോൾ 18 വയസ്സുള്ള കുട്ടികളിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മളതും മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവരിൽ പ്രീ ഡയബറ്റിക് ആയിട്ട് വരുന്ന ഈ പറഞ്ഞ, അതായത് എത്ര കഴിച്ചാലും പിന്നെ ക്ഷീണം വരിക, ദാഹം വരിക, ചുണ്ടുണങ്ങുക, പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും കഴിക്കാൻ തോന്നുക, ഫുഡ് ക്രേവിങ്സ്, അത് മധുരം കഴിക്കാൻ തോന്നുക, ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങളുണ്ട്. തലവേദന വരിക, ഫ്രീക്വൻ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ഏരിയ പെയിൻ വരിക, അൺഎക്സ്പ്ലെയിൻഡ്, വേറെ റീസൺ ഒന്നും ഇല്ലാതെ. അപ്പോൾ ഇതെല്ലാം പ്രീ ഡയബറ്റിക്കിൻ്റെ ലക്ഷണങ്ങളാണ്.